പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ്. സിപിഐഎം സംസ്ഥാന കമ്മിറ്റിയിലാണ് തീരുമാനം ഐക്യകണ്ഠേനയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി സഖാവ് പിണറായി വിജയനെ ഏകണ്ഠമായിട്ട് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമെല്ലാം പങ്കെടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗം ഏകണ്ഠമായിട്ടാണ് സഖാവ് പിണറായി വിജയനെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇപ്പോഴും തീരുമാനിച്ചിട്ടുള്ളത്. അലക്സ് മുഹമ്മദ് തിരുവനന്തപുരം ചെയ്യുന്നു. അലക്സ്, ഈ സംസ്ഥാന കമ്മിറ്റി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തീരുമാനിക്കുമ്പോൾ തന്നെ തോൽവിയിൽ ഒരുപാട് വിമർശനങ്ങൾ ഇന്ന് സംസ്ഥാന കമ്മിറ്റി ഉയർന്നു വന്നു കേൾക്കുന്നു. വിവരങ്ങൾ. സുഹൈൽ, തീർച്ചയായും CPM-നെ സംബന്ധിച്ച് അവരുടെ തോൽവി വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള യോഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ ആരംഭിച്ചിരുന്നു. ഇന്ന് സംസ്ഥാന സമിതി യോഗമാണ് ചേർന്നത്. ഈ സംസ്ഥാന സമിതി യോഗത്തിലാണ് പ്രധാനപ്പെട്ട, അതായത് പ്രതിപക്ഷത്തെ ടീമിനെ നയിക്കുന്നത് പിണറായി വിജയനാണ് എന്ന തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഏകകണ്ഠേനയാണ് ആ തീരുമാനം CPM സംസ്ഥാന സമിതി കൈക്കൊണ്ടത്. ഇതിൽ പ്രധാനപ്പെട്ട നേരത്തെ KN ബാലഗോപാലിന്റെ പേര് പരിഗണിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തേക്ക് KN ബാലഗോപാലിന്റെ പേര് പരിഗണിച്ചിരുന്നു. പക്ഷേ പ്രതിപക്ഷത്തെ പിണറായി വിജയൻ നയിക്കട്ടെ എന്ന് CPIM തീരുമാനിക്കുകയായിരുന്നു. അതങ്ങനെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിശദീകരിക്കുകയും ചെയ്തു. ഇതിൽ രസകരമായ കാര്യം, ക്ലിഫ് ഹൗസിൽ താമസിച്ചിരുന്ന പിണറായി വിജയൻ ഇനി കന്റോൺമെന്റ് ഹൗസിലേക്കും കന്റോൺമെന്റിലുണ്ടായിരുന്ന VD സതീശൻ ഇനി ക്ലിഫ് ഹൗസിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അതിലെ കൗതുകരമായ കാര്യം. VD സതീശനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് കൂടി തീരുമാനമാകുന്നത്. ഇതിൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിന് CPI ക്ലെയിം ഉന്നയിച്ചിട്ടുണ്ട്, അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അത് പരിഗണിക്കാൻ സാധ്യതയില്ല. കാരണം LDF-ൽ അത്തരം ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം മറ്റൊരു കക്ഷിക്ക് കൊടുത്ത ഒരു കീഴ്വഴക്കം നേരത്തെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം ആ ആവശ്യം, അതായത് ആ പദവി CPIക്ക് കൊടുക്കാനുള്ള സാധ്യത നിലവിലില്ല. ഈ സംസ്ഥാന സമിതിയിൽ പ്രധാനമായി ചില വിമർശനങ്ങൾ ഉയർന്നു വന്നെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM താഴെ തട്ടിലിറങ്ങി അവരുടെ അണികളെയും അതുപോലെ പ്രവർത്തകരെയും ബ്രാഞ്ച് കമ്മിറ്റിയും ജനങ്ങളെയും ഒക്കെ കേൾക്കുമെന്ന് പറയുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിമർശനം ഇന്ന് കണ്ണൂരിൽ നിന്ന് ഉയർന്നു വന്നത്, കണ്ണൂരിലെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ ഉന്നയിച്ചത് ഈ തളിപ്പറമ്പിലെ TK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ്. ആ സ്ഥാനാർത്ഥിത്വം വലിയ രീതിയിൽ തിരിച്ചടിയായി. അത് പ്രതിരോധിക്കാൻ സാധിച്ചില്ല. അത് കണ്ണൂരിലെ തന്നെ നേതാക്കളാണ് ആ വിമർശനം ഉന്നയിച്ചത്. ഇതിൽ നേരത്തെ തന്നെ TK ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ നടത്തിയിരുന്നു. തളിപ്പറമ്പ് നിലനിർത്തുന്നതിന് വേണ്ടി, അത് പാർട്ടി സെക്രട്ടറിയുടെ കീഴിൽ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. അത് തീർത്തും സ്വജനപക്ഷപാതമാണ് എന്ന നിലയിൽ തന്നെ ഉന്നയിച്ചിരുന്നു. അത് ആ വിഷയം പല തവണ പാർട്ടി ഘടകത്തിൽ ഉന്നയിച്ചിട്ടും അതിലൊരു തീരുമാനം കൈക്കൊണ്ടില്ല, അതിലൊരു പരിഹാരം ഉണ്ടാക്കിയില്ല എന്നതാണ് അദ്ദേഹം പാർട്ടിക്ക് പുറത്തു പോകുന്നത്, അവിടെ മത്സരിക്കുന്ന വിമത സ്ഥാനാർത്ഥിയെ മത്സരിക്കാനും അവിടെ നിന്ന് ജയിച്ചു വരാനും ഒക്കെ കാരണമായ വിഷയം അതാണ്. അതിന്ന് ഈ സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നു. ഒരു ഉത്തരവും നൽകാനാകാതെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് ആ സംസ്ഥാന സമിതി യോഗത്തിൽ ഇരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ആ യോഗത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. സുഹൈൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.